തൊമ്മയാശാനെ, തൊമ്മയാശാനെ. അല്ല, ഇതാരാ? എന്താ വിശേഷം? അന്ന് പറഞ്ഞ കാര്യം ഒന്ന് പറയാനാ. മുതലാളി പറഞ്ഞിരിക്കുക, ഇവിടുന്ന് കുടി ഇറങ്ങി തന്നാൽ രൂപ 3000 തരാം. ഞാൻ ചാവുന്നവർ ഇവിടെ ഇറങ്ങത്തില്ല. എന്റെ ഒപ്പനപ്പന്മാര് കുടിയേറുന്ന കളപ്പോടമായിരുന്നു. പിന്നെ ആശാന ഇഷ്ടം. രൂപയെ 3000 കൈ കിട്ടുന്നതാ. അത് കിട്ടിയ ചെലവാക്കാനാണോ പാട്? പിന്നെ പ്രായം ചെന്നൊരു പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ട് ഈ വഴിനീള തേരാപ്പാര നടക്കണം. ആ മാനക്കേട് ആലോചിച്ചാടി. പട്ടിണി ആണെങ്കിലും ഈ കുടിലിൽ തന്നെ ചുരുളുകൂടി കടന്നു പറയാൻ ഞാൻ നിന്നോട് പറഞ്ഞു. ആ, ഇപ്പൊ ആലോചിച്ചാ മതി. വലിയ കൊടികെട്ടിയ നാടകക്കാരനായിരുന്നല്ലോ. വയസ്സുകാലത്ത് ഒരു കാശുണ്ടോ കയ്യിലെടുക്കാൻ? ആ, ഇപ്പൊ നാടകം പഠിപ്പിക്കാൻ പോലും ആരും എന്നെ ഒന്ന് വിളിക്കുന്നില്ല. വല്ലതും 5ഓ 10ഓ കിട്ടുമ്പോ നാളത്തേക്കെന്ന് കരുതിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ആശാനെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആ, ചെന്നാട്ടെ. പട്ടിണി കിടന്ന് എഴുന്നേക്കാൻ ജീവനില്ല. എന്നാലും നാടകം നടന്ന് ഇരിയാന്റെ ഒരു കേരളീയം. അതാടി കലയുടെ ഒരു ശക്തി. ലക്ഷോപലക്ഷം ആളുകളെ രസിപ്പിച്ചിട്ടുള്ള നടന്മാരെ ഇന്ന് നാട്ടിന്റെ ഓരോ മൂലയിലും കണ്ണുനീരും പട്ടിണിയായിട്ട് കഴിഞ്ഞു കൂടുന്നു. അവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ആരുമില്ലാതായിപ്പോയത് എന്റെ കർത്താവ്. വായനശാലയുടെ നാടകമാ പേരെ. നീ ഒരു മനുഷ്യനാണോടാണ്. ഒന്നാമടി മോളെ, ഇത് നമ്മൾ നാട്ടുകാരോട് ചോദിക്കണ്ട. നന്ദിയില്ലാത്ത വർക്കം. ആരാ നടക്കാൻ? സുപ്രസിദ്ധ നടൻ കൊച്ചുതൊമ്യാശാന്റെ മകൻ TP ലോസ്. എന്റെ മകൻ പൗലോസോ? അപ്പന്റെ മകനല്ലേ അവൻ. പിന്നെ എങ്ങനെ കോണം പിടിക്കും? അവന്റെ നാടാൻ ഞാൻ ഇന്ന് നിർത്തിച്ച ഒരു ജോലി കണ്ടുപിടിച്ച് വീട് പട്ടിണി ഞാൻ നോക്കണമെന്ന് വിചാരമുണ്ടോ? നീ നോക്കിക്കോ പറ്റും നാടകം. പറയണം. എടി അഹങ്കാരി, എടി അഹങ്കാരി, നീയാണ് എന്നെയും നീയാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും നശിപ്പിച്ചത്. എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? നല്ലതുപോലെ പറയണം. ആദ്യം മുതൽ പറയണം. ശരി. എന്റെ മക്കളെ ഞാൻ ഇഷ്ടമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കും. ഇത് ഞാൻ ആരാ ചോദിക്കാൻ? നിങ്ങൾ പേടിക്കാതിരിക്കണ്ടി മക്കളെ. എടി അഹങ്കാരി, നീയാണ് എന്നെ എന്റെ മക്കളെ നശിപ്പിച്ച്. നീ നിന്റെ മക്കളും. എന്തായത്? ഇങ്ങനെ പേടിച്ചാണോ സംഭാഷണം പറയുന്നത്? ഡ്രസ് റിഹേഴ്സൽ നിങ്ങൾ പേടിച്ച പിന്നെ നാളെ നാടകത്തിന് എന്ത് ചെയ്യും? ഇത് ചാകാൻ പോകുന്ന സംഭാഷണം പറയുന്ന മതി. പറയണം. സംഭാഷണം എപ്പോഴും ശുദ്ധമായിരിക്കണം, വ്യക്തമായിരിക്കണം. ഞാൻ പറയുന്നത് ഉറച്ചു പറഞ്ഞാട്ടെ. ഈ അഹംഭാവി, നീയാണ് എന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചത്. നിന്നെ ഞാൻ നല്ല ചുണയായിട്ട് കൊണ്ട് പറഞ്ഞട്ടെ. കയ്യിൽ നിന്നിട്ട് ഇഷ്ടമുള്ളത് പറഞ്ഞേട്ടെ. പറയണം. അഹങ്കാരി, കണ്ണി തൊഴാത്ത നിന്ന് അവിടെ നിൽക്കാനാ പറഞ്ഞത്. വയസ്സിനകത്ത് എന്നെ കൊണ്ട് എനിക്ക് ഓടാൻ പയ്യണ. നീ പൊന്നാണെന്ന് എടുക്കാതിരിക്കുന്നില്ല. അവിടെ നിൽക്കാനാ പറഞ്ഞത്. വയസ്സിനകത്ത് എന്നെ കൊണ്ട് എനിക്ക് ഓടാൻ പയ്യണ. ഞാൻ കെട്ടിത്തരാം. മോള് പോയി കുറച്ച് കയറെടുത്തുണ്ടോ? ചെല്ലേ. മോളെ, ഈ ചട്ട ഊരാൻ വയ്യടി, ഒന്ന് സഹായിച്ചേ. പെണ്ണുങ്ങളെ വിളിക്കുന്നവർക്ക് നോക്കുന്നത് എനിക്ക് നാണമില്ലേ? പോടോ.
ഇതാ പശുവിനെ വിളിക്കും. ചേർത്തി ഏതാ മനസ്സിലായില്ലല്ലോ. അമ്മച്ചി ഞാനാ പൗലൂസ്. എന്റെ ഈശോയെ, ഇതെന്താ മോനെ ഇത്? നാടകത്തിലെ വേഷം അമ്മച്ചി. അപ്പച്ചനെ അടിക്കാൻ വരുന്നു. ഒന്ന് സമാധാനപ്പെടുത്തി, ഞാൻ നാടകത്തിൽ പോകത്തില്ല. നിന്റെ അപ്പച്ചന്റെ ഈ സ്ഥിതി കണ്ടോണ്ടാണോ നീ നാടകത്തിൽ ഇറങ്ങി തിരിച്ചത്? അപ്പച്ച ഈ ഒരു നാടകം കൂടെ ഉള്ളൂ അപ്പച്ച. നിന്റെ ഒരു നാടകം. എന്നാലും എന്റെ മോനെ ഒരു പേപ്പറ്റെ തല്ലുന്ന മാതിരി തന്നെ എന്റെ മനസ്സ് തോന്നി. എടി, ഒരു തിങ്കൾ ചായക്കോ നാഴി അരിക്കോ നിന്റെ അപ്പത്തിന് കടം തരാൻ ഇന്ന് ആരുമില്ലടാ മക്കളെ. നിന്റെ അപ്പച്ചന്റെ സ്ഥിതി അതാണാ. നിനക്ക് നാടകം വേണ്ടടാ മക്കളെ, വേണ്ട. നീ എവിടുന്നെങ്കിലും ഉദ്യോഗം ഉണ്ടാക്കി ഈ കുടുംബം രക്ഷിക്കാൻ നോക്കടാ. നിന്നെ ഏഴെ പെങ്ങളെ കെട്ടിച്ചയച്ച അപ്പച്ചൊരു സമാധാനമായടാ മക്കളോ. അപ്പച്ച സമാധാനമായിരിക്കണം. ഞാൻ ഒരുപാട് സ്ഥലത്ത് അപേക്ഷ അയച്ചിട്ടുണ്ട്. അപ്പച്ച, ആ മോട്ടോർ കമ്പനിയിൽ നിന്ന് എനിക്ക് ഇന്റർവ്യൂവിന് കത്ത് വന്നിരിക്കുന്നു. ഈ കത്ത് കിട്ടിയാൽ ഉടനെ അവിടെ ചെല്ലണമെന്ന്. എന്റെ പൊന്നു മോനെ, ദൈവം തമ്മിൽ കണ്ണു തുറന്നു കേട്ടോ. നീ ഉടനെ പോയി ഉദ്യോഗത്തിൽ ചേര്. വണ്ടിക്കൂലിക്ക് അപ്പച്ചൻ എവിടെയെങ്കിലും പോയി കടമെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. ചേട്ടന്റെ യോഗം കൊള്ളാം. അപ്പന്റെ 2 അടി കിട്ടിയപ്പോഴേക്കും ജോലിക്കുള്ള ഓർഡറും വന്നു. അയ്യോ എന്റെ കർത്താവേ, സാരി പാല കിട്ടാനുള്ളത് ആ ക്രാവ് കൊടുത്തല്ലോ. എടി വേണ്ട, നീ അപ്പുറത്തേക്ക് ആ ക്രാവിനെ പിടിച്ച് കെട്ടടി. കർത്താവെ, ആ പാലെങ്കിലും കൊടുത്താണ് ഞാൻ കപ്പ മേടിക്കുന്നത്. കാണാം എല്ലാവരും തിന്നുന്നത്. മോളെ, നീ എന്തിനാ മോളെ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അന്തോണി ഇല്ലേ അവിടെ? അവനൊരു ഫൂൾ ഡാഡി. അവനോട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ അന്നാമ്മയുടെ ശൃംഗരിച്ചോട് നിൽക്കുന്നു. ഞാൻ അവനെ ഗെറ്റൗട്ട് പറഞ്ഞു. അത് കൊള്ളാമല്ലോ. ഈ കിടക്കുന്ന എന്ത് ജോലി തടസ്സപ്പെടുത്താ നീ എന്നെയും ഗെറ്റൗട്ട് പറയുമല്ലോ. ആ മോളെ, ഞാൻ ആ കല്യാണത്തൊന്ന് പോയിട്ട് വരട്ടെ. Okay. വണ്ടി എടുക്കണം. ടാറ്റാ.